അർച്ചന ഫാമിലി AC ആൻഡ് non-AC റെസ്റ്റോറന്റ് അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC, non-AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non-AC Restaurant Anjal. Contact 0475 227 332 9947 03 5040. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. വന്യജീവി ശല്യം മൂലം കിഴക്കൻ മലയോര മേഖലയിലെ കർഷകർ പ്രതിസന്ധിയിലാകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊട്ടാൽ പൊള്ളുന്ന വിലയിലും ചാക്ക് കണക്കിന് സവാള കെട്ടിക്കിടന്ന് നശിക്കുന്നു. അധികൃതരുടെ അഭാവം മൂലമാണ് സവാള നശിക്കുന്നതെന്ന് വ്യാപക ആക്ഷേപം. ഫുട്പാത്ത് കയ്യേറി അനധികൃതമായി മത്സ്യക്കച്ചവടം നടത്തി വന്നിരുന്നവരെ പോലീസ് എത്തി ഒഴിപ്പിച്ചു. ISO അംഗീകാരം നേടാനായി മാത്രം RPLന്റെ ശുചിത്വത്തിന് ദിവസങ്ങളുടെ ആയുസ്. മണ്ണ് മൂടിയ ഓട വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറായില്ല. ഒടുവിൽ നാട്ടുകാർ തന്നെ സംഘടിച്ച് ഓട വൃത്തിയാക്കി. കുളത്തൂപ്പുഴ തെന്മല പാതയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു. വാർത്തകൾ വിശദമായി. വന്യജീവി ശല്യം കിഴക്കൻ മലയോര മേഖലയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ കർഷകർ കുരങ്ങടക്കമുള്ള വന്യജീവികളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ്. വാഴ, തെങ്ങ്, ചേമ്പ്, ചേന തുടങ്ങിയ കൃഷികൾ ഇറക്കാൻ മാത്രമേ കർഷകർക്ക് കഴിയുന്നുള്ളൂ. വിളവെടുക്കുന്നത് കുരങ്ങ്, മലയണ്ണാൻ, പന്നി, ആന തുടങ്ങിയ കാട്ടുമൃഗങ്ങളാണ്. തെങ്ങിൽ കൊച്ചങ്ങ ആകുന്നതോടെ കുരങ്ങുകൾ അവ പറിച്ചെറിഞ്ഞു തുടങ്ങും. തേങ്ങയോ കരിക്കോ ആയാൽ അവ പറിച്ചു കൊണ്ടുപോയി അകത്താക്കുകയും ചെയ്യും. ചേനയും ചേമ്പും വാഴക്കുലകളുമൊക്കെ ഇവ കുറെ അകത്താക്കും. ബാക്കി വലിച്ചു പറിച്ച് നശിപ്പിക്കുന്നതാണ് പതിവ്. കർഷകർ നിവർത്തിക്കെട്ട് തെങ്ങിൻ കുലകൾ പ്ലാസ്റ്റിക് ചാക്ക് കെട്ടി പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരീക്ഷണത്തിൽ വിജയമൊന്നും കണ്ടില്ല. ഈ പരീക്ഷണം ഫലം കാണുമോ എന്ന് ഇനി നമുക്ക് കണ്ടറിയണം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
തൊട്ടാൽ പൊള്ളുന്ന വിലയിലും ചാക്ക് കണക്കിന് സവാള കെട്ടിക്കിടന്ന് നശിക്കുന്നു. അധികൃതരുടെ അഭാവമാണ് സവാള നശിക്കാൻ കാരണമെന്ന് വ്യാപക ആക്ഷേപം. അഞ്ചൽ കൃഷിഭവന്റെ എ ഗ്രേഡ് ക്ലസ്റ്റർ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിൽ ഓണക്കച്ചവടത്തിനായി എത്തിച്ച 50 ചാക്കോളം വരുന്ന സവാള കെട്ടിക്കിടന്ന് നശിക്കുന്നു. അഞ്ചൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന വിപണന കേന്ദ്രത്തിലാണ് ചാക്ക് കണക്കിനുള്ള സവാള നശിക്കുന്നത്. ബാക്കി ഓണത്തിനിടയ്ക്ക് അന്നുപോലെ അവിടെ ഇരിക്കുമല്ലേ അത്? ഇത് നശിക്കുമോ? ഇത് നശിക്കും. അത് ചേനയൊക്കെ കുരുത്തിരിക്കുമല്ലേ അതിനകത്ത് ചേന ശരിക്കിരിപ്പുണ്ട്. എന്തൊക്കെ ചേന സവാള അങ്ങനെ കുറേയൊക്കെ തേങ്ങയാണ്ടൊക്കെ അവർ എടുത്തുകൊണ്ട് പോയായിരുന്നു. ബാക്കി സാധനം മൊത്തം അതിനകത്ത് ഇരിക്കുക. ഓണത്തിന് മുമ്പ് ഇറക്കിയതാണ്. ഇത് നശിക്കുമോ? നശിക്കും അത്. ഇരുന്നാൽ ഈ പിന്നെ ഇരിപ്പിനെ ഈ പച്ച സവാള ഇരിപ്പിനിരുന്നത് കുരുത്ത് പിന്നെ കേടായിട്ട് പോകത്തേ ഉള്ളത്, നിൽക്കത്തില്ല. ഉണക്ക സവാള കുറച്ച് ദിവസം ഇരിക്കും. എത്ര രൂപ മുതൽ കാണും സവാള? അതിനെപ്പറ്റി അറിയാൻ അത് ചാക്ക് തോനെ കിടപ്പുണ്ട്. 50 രൂപ പുറത്ത് വിലയുള്ള കിലോയ്ക്ക്. കൃഷി വകുപ്പ് അധികൃതരുടെ അനാസ്ഥ മൂലമാണ് തീ വിലയുള്ള സവാളകൾ കെട്ടിക്കിടന്ന് നശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ തെന്മല പാതയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. തെങ്കാശി തിരുവനന്തപുരം അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴയ്ക്ക് സമീപം കൂവക്കാട് മുതൽ തെന്മല ഡാം വരെ പാതയോരത്ത് കട്ടിങ്ങുകളിൽ നിൽക്കുന്ന വൻമരങ്ങളാണ് ഏതു നിമിഷവും റോഡിലേക്ക് പുഴുതു വീഴാവുന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത്. യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയായി നിൽക്കുന്ന വനം വകുപ്പിന്റെയും മരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള പാഴ്മരങ്ങൾ പോലും പടുവൃക്ഷമായി വളർന്ന് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുകയാണ്. ഇത് വഴിയാത്രക്കാർക്കും ഏറെ ഭീഷണി ഉയർത്തുന്നുണ്ട്. റോഡ് വികസനത്തിനായി മൺതിട്ടകൾ അരിഞ്ഞിറക്കിയെങ്കിലും ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തുടക്കത്തിലെ തയ്യാറാകാതിരുന്നതാണ് ഇവ വൻ മരങ്ങളാകാൻ കാരണമായത്. മരങ്ങൾ വളർന്നെങ്കിലും ഇവയുടെ ചുവട്ടിൽ മണ്ണില്ലാതായതോടെ ഇവ റോഡിന് കുറുകെ ചരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അല്പം വേരോട്ടമുണ്ടായിരുന്ന കട്ടിംഗ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം 100ഓളം മരങ്ങളാണ് ഈ ഭാഗങ്ങളിലുള്ളത്. തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായുള്ള ഇവിടെ ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകളാണ് എത്തുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം അന്തർ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരും ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. വർഷകാലം ശക്തമാകുമ്പോൾ മരങ്ങൾ റോഡിലേക്ക് പുഴുതു വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും പതിവാണ്. പ്രശ്നത്തിന്റെ ഗൗരവം അധികൃതർക്ക് ബോധ്യമുണ്ടെങ്കിലും പരിസ്ഥിതി പ്രേമം നടിച്ച് വിഷയം നിസ്സാരവൽക്കരിച്ച് യാത്രക്കാരെ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ് സർക്കാർ. എറണാകുളത്ത് സ്കൂൾ ബസിന് മുകളിലേക്ക് മരം വീണ് മനുഷ്യജീവനുകൾ തന്നെ ഇല്ലാതായപ്പോൾ ജില്ലയിൽ പാതയോരത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ അടിയന്തര നടപടി ഉണ്ടായി. അതുപോലെ ഇവിടെയും രക്തസാക്ഷികളെ സൃഷ്ടിച്ച ശേഷം നടപടിക്കായി കാക്കുകയാണ് സർക്കാരും ജനപ്രതിനിധികളും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. മണ്ണ് മൂടിയ ഓട വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറായില്ല. ഒടുവിൽ നാട്ടുകാർ തന്നെ സംഘടിച്ച് ഓട വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങി. മണ്ണ് മൂടിയതുമൂലം ഓടയിലെ മലിനജലം റോഡിലൂടെ ഒഴുകി കാൽനട യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും പകർച്ചവ്യാധി ഭീഷണി നേരിട്ടിട്ടും പഞ്ചായത്ത് ഓട നവീകരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ മണ്ണ് മൂടിയ ഓട നാട്ടുകാർ നവീകരിച്ചു. പഞ്ചായത്തിന് ആർക്കും വേണ്ട. സമ്മതി കഴിഞ്ഞു. ഭരണസമിതിയുടെ സമയം കഴിഞ്ഞില്ല, കഴിയാൻ പോകുന്നു. അതെ, അതുകൊണ്ട് അവർക്ക് താല്പര്യമൊന്നുമില്ല. ജനങ്ങളെ വേണ്ട. ഈ വിലയിൽ കൂടെ നടക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങളെ ആ ഒരു ബുദ്ധിമുട്ട് പോലും അവർ കണക്കിലെടുക്കുന്നില്ല. നമ്മുടെ കാര്യം എങ്ങനെയോ പോട്ടെ, അതിന് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ആളിനെ നിർത്തി ചെയ്യിപ്പിക്കുക. എത്ര കണ്ടാ സഹിച്ചിരിക്കുക? ഇത് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. പല തവണയല്ല. ജില്ലാ കളക്ടർ മുതൽ ഇങ്ങോട്ട് പഞ്ചായത്ത് സെക്രട്ടറി, ഹെൽത്ത് ഡയറക്ടർ, ഹെൽത്ത് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പെറ്റീഷൻ കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ മേളിൽ PWD. ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണ്? വാർഡ് മെമ്പർ മിസ്റ്റർ ബദറുദ്ദീൻ അഞ്ചൽ. പുള്ളിയുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പല പ്രാവശ്യം പുള്ളി ഇവിടെ വന്നതെല്ലാം കണ്ടിരുന്നു. പല പ്രാവശ്യം കണ്ട് രസിച്ച് ഹായ് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഒരു ഗുണം ഉണ്ടായില്ല, ഒരു പ്രയോജനവും നമുക്കുണ്ടായിട്ടില്ല. നമുക്കെല്ലാം ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കോ മറ്റ് പരിസരവാസികൾക്കോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് പോലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കൊല്ലം കളക്ടർക്ക് തന്നെ ആദ്യം ഇത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ്, ഹെൽത്ത് ഡയറക്ടർ, എല്ലാ ആൾക്കാർക്കും വേണ്ടി ഇതിന് പരാതി കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എത്ര ദിവസം ജോലിക്കൂലിയായി? ഇതിപ്പോൾ 3ാമത്തെ ദിവസം.
അഞ്ചൽ പുനലൂർ റോഡിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് സംഭവം. ഓട നിറഞ്ഞ് മലിനജലം റോഡിലൊഴുകിയ സംഭവം ADV ന്യൂസ് ദൃശ്യം സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുകാർ ഇതിനുവേണ്ടി അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലും ആരോഗ്യവകുപ്പ് അധികൃതരെയും പലതവണ നേരിട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് ഈ വാർഡിലെ ജനപ്രതിനിധിയായ ബദറുദ്ദീനോട് നേരിട്ട് പലതവണ കാര്യം പറഞ്ഞെങ്കിലും ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ തന്നെ സംഘടിച്ച് കൂലിക്ക് ആളെ വെച്ച് ഓട നവീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. വാർത്തകൾ തുടരുന്നു. ഫുട്പാത്ത് കയ്യേറി അനധികൃതമായി മത്സ്യക്കച്ചവടം നടത്തി വന്നിരുന്നവരെ പോലീസ് എത്തി ഒഴിപ്പിച്ചു. ചന്തമുക്കിൽ ഫുട്പാത്ത് കയ്യേറി അനധികൃതമായി മത്സ്യക്കച്ചവടം നടത്താൻ ശ്രമിച്ചവരെ അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ഒഴിപ്പിച്ചു. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചൽ കശുവണ്ടി ഓഫീസിന് സമീപത്ത് മത്സ്യക്കച്ചവടം ചെയ്തു വരികയായിരുന്നു. ചന്തക്കകത്ത് വെക്കുന്നത് നമ്മളിപ്പോ മാറ്റി വെച്ചാല് പറഞ്ഞാലേ നമ്മള് എന്തെങ്കിലും ചീത്ത വിളിക്കുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് കൊള്ളാം. ചോദ്യോത്തരം നിങ്ങളെ മാത്രം തന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ തന്നെയല്ലേ അറിയണം കുഴുത്ത മീനാണ് അവർ കൊണ്ട് തരണേന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ചില തർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ചന്തമുക്കിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഫുട്പാത്തിൽ വെള്ളിയാഴ്ചയോടെ കച്ചവടത്തിനെത്തിയപ്പോഴാണ് പോലീസ് ഇവിടെ നിന്നും ഇവരെ ഒഴിപ്പിക്കുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ISRO അംഗീകാരം നേടാനായി മാത്രം RPLന്റെ ശുചിത്വത്തിന് ദിവസങ്ങളുടെ മാത്രം ആയുസ്. ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആരംഭിച്ച ജില്ലയിലെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ആയിരനെല്ലൂർ കുളത്തൂപ്പുഴ തോട്ടങ്ങളിൽ
ലേബർ കോളനികളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി കോളനികളിൽ സ്ഥാപിച്ചിട്ടുള്ള ശേഖരണികളുടെയും പദ്ധതികളുടെയും ആയുസ് ദിവസങ്ങൾ മാത്രമായി ചുരുങ്ങുന്നു. ISO അംഗീകാരം ലഭിക്കാനായി മാത്രം കോളനികളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് ബോർഡുകൾ സ്ഥാപിച്ചും വീപ്പകളിൽ മാലിന്യങ്ങൾ വെവ്വേറെ ശേഖരിച്ച് കരദ്രവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതായുമായാണ് വെയ്പ്പ്. അധികൃതർ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതിന് തൊട്ടു പിന്നാലെ RPLന്റെ ശുചിത്വവും അവിടെ തീരുകയാണ്. RPLന്റെ ഈ തറവേലയ്ക്ക് ഒത്തുകളിക്കുന്ന ISOയുടെ വിശ്വസ്തതയ്ക്ക് ഇത്തരം നടപടികൾ മങ്ങലേൽപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ കാളച്ചന്തയ്ക്ക് സമീപം മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിട്ടും ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് വൈകിയാണ് എത്തിയതെന്ന് പരാതി. അഞ്ചൽ പനയഞ്ചേരി കോളറപ്പാലത്തിന് സമീപം കാളച്ചന്തയിലെത്തിയവർ അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്ത ശേഷം കാളച്ചന്തയിൽ കയറി പോയതാണ് ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിന് കാരണമായത്. പോലീസ് സ്റ്റേഷന്റെ മൂക്കിന്റെ കീഴിൽ ഗതാഗത തടസ്സം. നാളെ വലിയ ഹെഡിങ് വരണേ. ഈ വലിയ ലോറി കൊണ്ടിരുന്നത് നോക്കാനൊന്നും ആരും വരുന്നില്ല. മൊത്തം ബ്ലോക്കാക്കി കിടക്കില്ല ഇവിടെ. നോക്കാനാണില്ല, കാണാനുള്ള പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇങ്ങനെ നടന്നാൽ പിന്നെ നാട്ടിൽ വണ്ടി കൊണ്ടുപോകണ്ടേ? അവർ കണ്ടിട്ട് ചന്തക്കാരുടെ കയറി പോയേക്കാം. ഒറ്റ വണ്ടി ഇവിടെ ഡ്രൈവർമാരില്ല വണ്ടിയിൽ. നാട്ടുകാർ അഞ്ചൽ പോലീസിൽ വിവരമറിയിച്ചപ്പോൾ പുനലൂരിൽ മുഖ്യമന്ത്രി വരുന്നതിനാൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണെന്നാണ് അഞ്ചൽ പോലീസിന്റെ മറുപടി. പിന്നീട് മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തി എന്നറിഞ്ഞതിനെ തുടർന്ന് പോലീസ് പിന്നീട് അലക്ഷ്യമായി പാർക്ക് ചെയ്ത വാഹനങ്ങളെ കസ്റ്റഡിയിലെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഗതാഗതക്കുരുക്കിനെ നിയന്ത്രിച്ചതും വാഹനം കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കിയതും നാട്ടുകാരും ഡ്രൈവർമാരുമാണെന്നും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. RPL കോളനിയിൽ കാട്ടുകുരങ്ങുകളെ കൂട്ടത്തോടെ ചത്തത് കണ്ടെത്തിയതിന് പിന്നാലെ 2 കുരങ്ങുകളുടെ മൃതദേഹം കൂടി വീണ്ടും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം 8 കുരങ്ങുകൾ കൂട്ടത്തോടെ ചത്തതിന് പിന്നാലെ വീണ്ടും 2 കാട്ടുകുരങ്ങുകളുടെ മൃതദേഹങ്ങൾ കൂടി ഇന്ന് കണ്ടെത്തി. ആദ്യം 8 കാട്ടുകുരങ്ങുകളെയാണ് ചത്ത നിലയിൽ കുളത്തൂപ്പുഴ RPL കോളനിയിലെ യൂണിറ്റ് 1 നെടുവണ്ണൂർ കടവ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ 2C കോളനിയിലെ ക്വാർട്ടേഴ്സിന് സമീപത്തു നിന്നും കണ്ടെത്തിയത്. ഇതിന് സമീപത്തായാണ് ഇന്ന് വീണ്ടും 2 കുരങ്ങുകളെ കൂടി ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇവയുടെ മൃതശരീരത്തിന് ദിവസങ്ങളുടെ പഴക്കമുള്ളതായി അറിയുന്നുണ്ട്. ആദ്യ കൂട്ടത്തോടൊപ്പം തന്നെ ചത്തതാവാം ഇതെന്നും മരത്തിന്റെ കൊമ്പിൽ കുടുങ്ങിയിരുന്നതിന് ശേഷം പിന്നീട് തറയിൽ വീണതാകാമെന്ന പ്രാഥമിക നിലപാടിലാണ് വനപാലകർ. ഇപ്പോൾ ലഭിച്ച 2 കുരങ്ങുകളുടെ മൃതദേഹവും പാലോട് വെറ്റിനറി സർജന്റെ അടുത്ത് പോസ്റ്റ്മോർട്ടത്തിനും മേൽ നടപടികൾക്കുമായി കൊണ്ടുപോയി. സംഭവം ഫ്ലൈയിങ് സ്ക്വാഡ് CFO അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും 2 കുരങ്ങുകളുടെ മൃതദേഹം കൂടി ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊട്ടാൽ പൊള്ളുന്ന വിലയിലും ചാക്ക് കണക്കിന് സവാള കെട്ടിക്കിടന്ന് നശിക്കുന്നു. അധികൃതരുടെ അഭാവം മൂലമാണ് സവാള നശിക്കുന്നതെന്ന് വ്യാപക ആക്ഷേപം. ഫുട്പാത്ത് കയ്യേറി അനധികൃതമായി മത്സ്യക്കച്ചവടം നടത്തി വന്നിരുന്നവരെ പോലീസ് എത്തി ഒഴിപ്പിച്ചു. ISO അംഗീകാരം നേടാനായി മാത്രം RPLന്റെ ശുചിത്വത്തിന് ദിവസങ്ങളുടെ ആയുസ്. മണ്ണ് മൂടിയ ഓട വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറായില്ല. ഒടുവിൽ നാട്ടുകാർ തന്നെ സംഘടിച്ച് ഓട വൃത്തിയാക്കി. കുളത്തൂപ്പുഴ തെന്മല പാതയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.